ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദൂതന്മാരുടെ ജോലികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 91 അധ്യായം 12 വാക്യം. നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. 91 സങ്കീർത്തനം തിരുവെഴുത്തുകളിലെ അനുഗ്രഹീതമായ സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുടെ പല തലങ്ങളും നാം കാണുന്നു. ഈ സങ്കീർത്തനത്തിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ 15 വാഗ്ദാനങ്ങൾ കണക്കാക്കാം. ഈ സങ്കീർത്തനത്തിൽ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ഉടമ്പടിയും അത്തരം ഉടമ്പടിയിൽ നിന്ന് ഉയർന്നു വരുന്ന 8 അനുഗ്രഹങ്ങളും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഈ ഗാനം ഓരോ വായനക്കാരന്റെയും ഹൃദയത്തെ സ്പർശിക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നത്. 12 വാക്യത്തിന്റെ ഭാഗം ഉപയോഗിച്ച് അതേ സങ്കീർത്തനത്തിൽ നിന്ന് മരുഭൂമിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ കർത്താവായ യേശുവിനെ പരീക്ഷിക്കാൻ സാത്താൻ ശ്രമിച്ചു. മത്തായി 4 അധ്യായം 6 നിന്നുള്ള ഈ വാക്യത്തിന്റെ സാത്താന്റെ ഭാഗിക ഉദ്ധാരണെ നമുക്ക് കാണാൻ കഴിയും. പിശാച് കർത്താവായ യേശുവിനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവനെ ആലയത്തിന്റെ കൊടുമുടിയിൽ ഇരുത്തി അവനോട്, നീ ദൈവപുത്രനാണെങ്കിൽ സ്വയം താഴേക്ക് ചാടുക, എന്തെന്നാൽ നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും എന്ന് പറയുന്നുവല്ലോ എന്ന് മത്തായി 4 അധ്യായം 6 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. ദൂതന്മാർ നമ്മുടെ പാദങ്ങളെ കാക്കുന്നു എന്നത് സത്യമാണെങ്കിലും നാം ഓരോ സഭയുടെയും മേൽക്കൂരയിൽ നിന്നോ ഒരു പർവ്വതത്തിന്റെ മുകളിൽ നിന്നോ ഒരു കെട്ടിടത്തിന്റെ 50ാം നിലയിൽ നിന്നോ കർത്താവിനെ പരീക്ഷിക്കാൻ പാടില്ല. നമ്മുടെ പാദങ്ങൾ സ്വാഭാവികമായി വഴുതി പോകുമ്പോൾ തീർച്ചയായും ദൈവകൃപ നമ്മെ നിലനിർത്തും. അവന്റെ ദൂതന്മാർ അവരുടെ കൈകളിൽ നമ്മെ വഹിക്കും. നമ്മുടെ ഒളിത്താവളമെന്ന നിലയിലും അത്യുന്നതനുള്ളപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാരും ദൈവത്തിന്റെ കൃപയും നമ്മെ നിലനിർത്തും. ശലോമോൻ ജ്ഞാനി പറയുന്നു, എന്റെ മകനെ, നല്ല ജ്ഞാനവും വിവേകവചനവും സൂക്ഷിക്കുക, അപ്പോൾ നീ സുരക്ഷിതമായി നിന്റെ വഴികളിൽ നടക്കും, നിങ്ങളുടെ കാൽ ഇടറിപ്പോകുകയില്ല എന്ന്. ഇത് സദൃശവാക്യങ്ങൾ 3 അധ്യായം 21 വാക്യത്തിലും 23 വാക്യത്തിലും കാണാൻ സാധിക്കും. ദാവീദ് കർത്താവിനെ തന്റെ രക്ഷാകരമായ കൃപയ്ക്കും സുസ്ഥിരമായ കൃപയ്ക്കും തന്റെ ജീവിതകാലം മുഴുവൻ കൃപയെ സംരക്ഷിക്കുന്നതിനും സ്തുതിച്ചു. ദാവീദ് പറയുന്നു, നീ എന്റെ പാത വലുതാക്കി, അതിനാൽ എന്റെ കാലുകൾ വഴുതിപ്പോയില്ല എന്ന്. ഇത് സങ്കീർത്തനം 18 അധ്യായം 36 വാക്യത്തിൽ കാണാൻ സാധിക്കും. എന്റെ കണ്ണുകൾ എപ്പോഴും കർത്താവിലേക്കാണ് നോക്കുന്നത്, കാരണം അവൻ എന്റെ കാലുകളെ വലയിൽ നിന്ന് വലിച്ചെടുത്തിരിക്കുന്നു എന്ന്. സങ്കീർത്തനം 25 അധ്യായം 15 വാക്യത്തിലും കർത്താവ് എന്റെ കാലുകൾ ഒരു പാറയിൽ സ്ഥാപിച്ചു, എന്റെ ചുവടുകളെ സ്ഥാപിച്ചു എന്ന് സങ്കീർത്തനം 40 അധ്യായം 2 വാക്യത്തിലും കാണാൻ സാധിക്കും. ദൈവമക്കളെ, ഇന്ന് നിങ്ങളെ നിലനിർത്തുന്നത് ദൈവത്തിന്റെ കൃപയാണ്. അവന്റെ കൃപ കൊണ്ടാണ് നാം ജീവിച്ചിരിക്കുന്നത്. കർത്താവിന്റെ കാരുണ്യത്താൽ നാം ദഹിക്കപ്പെടുന്നില്ല, കാരണം അവന്റെ സഹാനുഭൂതികൾ പരാജയപ്പെടുന്നില്ല. കർത്താവിനെ സ്തുതിക്കുകയും അവന്റെ കൃപയിൽ വസിക്കുകയും ചെയ്യുക. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യെശയ്യാവ് 41 അധ്യായം 10 വാക്യം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സദൃശവാക്യങ്ങൾ 3, 4, 5 അധ്യായങ്ങൾ. വൈകുന്നേരം 2 കൊരിന്ത്യർ 1 അധ്യായം. ആമേൻ.